ദശകങ്ങളായി തുടരുന്ന അന്താരാഷ്ട്ര ഉപരോധങ്ങളെയും സമ്മർദ്ദങ്ങളെയും തരിപ്പണമാക്കിയിട്ട് പൂർണ്ണമായിട്ടും തദ്ദേശീയമായിട്ട് ഇറാൻ വികസിപ്പിച്ചെടുത്ത ഈ നിശബ്ദ പോരാളികൾ ഇന്ന് പശ്ചിമേഷ്യയിലെ പ്രതിരോധ സമവാക്യങ്ങളെ തന്നെ മാറ്റിമറിച്ചിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ആഭ്യന്തര സുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ലാത്ത ഇറാന്റെ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകമായിട്ട് ഇന്ന് ഈ ഡ്രോണുകൾ ആഗോളതലത്തിൽ തന്നെ ചർച്ചയാകുന്നു. ഇറാന്റെ ഡ്രോൺ ശക്തി ചർച്ച ചെയ്യപ്പെടുമ്പോൾ ആദ്യം ഉയർന്നു വന്നത് ഷഹദ് പരമ്പരയാണ്. ഷഹദ് 136 പോലുള്ള ഡ്രോണുകൾ കാമിക്യോസ് അല്ലെങ്കിൽ വൺ വേ അറ്റാക്ക് ഡ്രോൺ എന്ന പേരിലാണ് ലോകം അറിയുന്നത്. കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാനാവുന്നതും ദീർഘദൂരത്തേക്ക് പറക്കാനാവുന്നതും ഒരേ സമയം നിരവധി എണ്ണം വിന്യസിച്ച് പ്രതിരോധ സംവിധാനങ്ങളെ സാച്ചുറേഷൻ ആക്രമണത്തിലൂടെ തളർത്താനാവുന്നതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയപ്പെടുന്നത്. ഇറാനെ സംബന്ധിച്ച് ഇത് വളരെ വലിയ നേട്ടമാണ്. കാരണം അമേരിക്ക പോലുള്ള ശക്തികൾക്കുള്ള അത്യാധുനിക യുദ്ധവിമാനങ്ങളും മിസൈൽ സംവിധാനങ്ങളും പോലെ വൻ ചെലവുള്ള ആയുധങ്ങളുമായി മത്സരിക്കേണ്ട സാഹചര്യം അവർക്കില്ല. പകരം കുറഞ്ഞ ചെലവിൽ ഉയർന്ന പ്രഭാവം സൃഷ്ടിക്കുന്ന സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുക്കുകയാണ് ഇറാൻ ചെയ്തിരിക്കുന്നത്. ഇതൊരു സാമ്പത്തികമായിട്ട് ഉപരോധം നേരിടുന്ന രാജ്യത്തിന്റെ തന്ത്രപരമായിട്ടുള്ള ബുദ്ധിമുട്ടില്ലാത്ത തീരുമാനമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ കണക്കാക്കാവുന്നതാണ്. അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വിവാദമായിട്ടുള്ള ഷഹദ് 139 ഡ്രോണിന്റെ പ്രാധാന്യം ഉയരുന്നത്.